കാർഷിക മേഖലയെ തൊഴിലുറപ്പ് തൊഴിലിൽ ഉൾപ്പെടുത്തണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുതുക്കൈ വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. വാഴുന്നോറോടി മാരാർ മന്ദിരത്തിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. Contact 8547 977188 8547 349188. നെൽകൃഷിയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ തരിശു മേഖലയെയും നെൽകൃഷി ചെയ്യിക്കുന്നതിന് ആവശ്യമായ നടപടികൾക്ക് അധികാരികൾ മുൻകൈയെടുക്കണമെന്നും തൊഴിലുറപ്പ് തൊഴിലിനെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്നും പുതുക്കൈ കുടുംബാരോഗ്യ കേന്ദ്രത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി ഉയർത്തണമെന്നും ഗുരുവനം ചെടി വാഴുന്നോറടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി മെക്കാഡം ടാറിംഗ് അനുവദിക്കണമെന്നും വാഴുന്നോറടിയിൽ നടന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുതുക്കൈ വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. വാഴുന്നോറടി മാരാർ മന്ദിരത്തിൽ സജ്ജമാക്കിയ MC ജോസഫൈൻ നഗറിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വില്ലേജ് പ്രസിഡന്റ് A സൗമിനി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി സുനു ഗംഗാധരൻ, പ്രസിഡന്റ് PA ശകുന്തള, മേൽക്കമ്മിറ്റി അംഗങ്ങളായ A രത്നാവതി, C ബാലാമണി, M ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. വില്ലേജ് സെക്രട്ടറി K രുക്മിണി പ്രവർത്തന റിപ്പോർട്ടും M ശ്രീമ രക്തസാക്ഷി പ്രമേയവും V രജിത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ PV മോഹനൻ സ്വാഗതം പറഞ്ഞു. പതാക ഉയർത്തൽ, പ്രകടനം, സ്വാഗത നൃത്തശില്പം എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളായി PV ലീലയെ പ്രസിഡന്റായും അജിത മുരളി, KV സരസ്വതി തുടങ്ങിയവരെ വൈസ് പ്രസിഡന്റുമാരായും A സൗമിനിയെ സെക്രട്ടറിയായും TV പ്രേമ, SV പ്രീത തുടങ്ങിയവരെ ജോയിന്റ് സെക്രട്ടറിമാരായും M ശാരദയെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.